വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് കറങ്ങാൻ പോവാണ്. ഇന്ന് സൺഡേ ആയിട്ട് കറങ്ങാൻ പോകേണ്ടിയിരുന്നെങ്കിൽ ശരിയാവാ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ പോവാണ്. ഞാനും ഹസ്ബൻഡും പിള്ളേരും പിന്നെ എൻ്റെ നാത്തൂൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എങ്ങടാ പോണേന്നൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറങ്ങാൻ പോവാം. എങ്ങോട്ടാ പോണേന്ന് മനസ്സിലായാ? ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചു മനസ്സിലായി കാണുമായിരിക്കുന്നു. ചിന്നു മനസ്സിലായ എന്തുട്ടാ? ഈ എഴുതി വെച്ചാണതല്ലേ വൈകായി റെസ്റ്റോറന്റ്. നമ്മളിപ്പോ വന്നേക്കണത് കോടനാട് അഭയാരണ്യത്തിലാണ്. അഭയാരണ്യം ഞങ്ങളിപ്പോ എത്തിയേക്കണത് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഇവിടെ 5 മണി വരെ ഉള്ളു. ഞങ്ങൾ അവിടേക്ക് കയറ്റുമെന്ന് തന്നെ അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ആൾക്കാർ ഇപ്പൊ തിരിച്ചു പോവേണ്ട സമയമായി. അപ്പൊ തിരിച്ചു പോണ സമയമായ കാരണം ആരുമില്ലാന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർ, എന്നാലും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടാ. പിന്നെ 5 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കയറ്റി വിടുമെന്നുള്ള സംശയത്തിലാണ് വന്നത്. പക്ഷേ ഇച്ചായൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ച കാരണം പുള്ളിയുടെ കെയർ ഓഫിൽ ഞങ്ങളെ കടത്തി വിട്ട്. അപ്പം കാണാം. ഓക്കെ, ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസമല്ല, കുറേ വർഷങ്ങളായി. ലാസ്റ്റ് എന്നാ വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിയണതിന് മുമ്പാണ് ഇവിടെ വന്നേക്കുന്നത്. അതും കുറേ നാൾ മുമ്പാട്ടോ വന്നേക്കണത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയായിരിക്കും ഞാനും കാണുന്നത്. പിന്നെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടല്ലോ, ആകെ വെള്ളമായിട്ട് കിടക്കാം. നോക്കി നടന്നുള്ളെങ്കിൽ തെന്നി വീഴും, അത്രേ ഉള്ളൂ. ഞാനുണ്ടല്ലോ, ഞാൻ ഈ വഴി ഇപ്പം ഞങ്ങൾ നടക്കണ വഴി ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നു ഒട്ടിപ്പൊളി. നിറയെ ഞാൻ പറയണതിൻ്റെ കയറി പറയല്ലേ, നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാം. ഇതാട്ടോ നിറയെ മരങ്ങൾ. ഇപ്പം എന്താണ്, പ്രണയിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. അവർക്ക് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാനും എല്ലാത്തിനും നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ചായനോട് ഞാൻ കുറേ നാളെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് വരെ കൊണ്ടുവരാൻ പറയണതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് 5.5 വർഷമായപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. അപ്പോഴാണ് കൊണ്ടുവന്നത്. ഓക്കെ, കുറേ മാനുകളുണ്ട് ഇവിടെ. മാനിൻ്റെ കൊമ്പൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ ചത്തുപോയ മാനുകളുടെ കൊമ്പ തൂക്കിയിട്ടാണ്. കുത്തു കൂടുമ്പോൾ ഒടിഞ്ഞാടുന്നത്. അവിടെ കുത്തു കൂടുന്നുണ്ട്. കുറച്ച് കാണിച്ചു തരാം. ഇതാകണ്ട, കുത്തു കൂടുന്നുണ്ട് അവിടെ. പിന്നെ അതായത് കുറേ മുളകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം, നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. പക്ഷെ ഇവിടെ മഴ പെയ്തിട്ട് നിറച്ച് വെള്ളം ചാടിക്കിടക്കണ കാരണം ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചത് ഈ സൈഡിൽ കിടക്കണ മാൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മാനില്ലേ, നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന മാൻ, അതാണ്. ഇനി കാണാൻ പോണ മാൻ സാമ്പാർ ഡീർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതി വെച്ചേണത്. സാമ്പാർ ഡീർ എനിക്ക് മനസ്സിലായില്ല. കണ്ടോ, സാമ്പാർ ഡീർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാണ്. സാമ്പാർ മാൻ എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടോ സത്യം പറഞ്ഞ. കണ്ടോ, പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുമാതിരി ബ്രൗൺ ഷെയ്ഡൊക്കെ വരണ ഒരു കളറാ. പിന്നെ നമ്മുടെ സാധാരണ മാനിനേക്കാളും ഇച്ചിരി വലുതാ.
കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഞങ്ങൾ കുറേ നാൾ മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പറഞ്ഞല്ലോ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കുറേ വർഷം മുമ്പാണ് ഞങ്ങൾ കാണാൻ വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് ഇവിടെ കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാൻ പാടില്ല 5 മണി കഴിഞ്ഞ് സമയം കഴിഞ്ഞതുകൊണ്ടാണോ ഇവിടെ ആൾക്കാർ കുറവെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, മറ്റേ പറയാൻ വന്നതും വിട്ടു. സമയം കഴിഞ്ഞത് കൊണ്ടാണോ ആൾക്കാർ കുറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. ഇതിവിടെ ഒരു മുളയുടെ കാട് പോലത്തെ സ്ഥലം കണ്ടു. ഇതാണ് ഇവിടെ ആനേനെ ഇട്ടേക്കണ സ്ഥലം. ഒരു 4-5 ആനേനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരാന അവിടെ പുറകെ നിൽപ്പുണ്ട്, ഒരാന നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരാന കണ്ടോ, അതിൻ്റെ പുറകെ ഒരാന നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരാന, അവിടെ ഒരാന, അതിൻ്റെ പുറകെ ഒരാന. മൊത്തം 1 2 3 4 5 6 ആനേനെ ഇപ്പം കാണാൻ പറ്റും ടോട്ടൽ. ഞാൻ ആദ്യം വന്ന സമയത്ത് 2-3 ആനയൊക്കെ ഉണ്ടായുള്ളൂ. ഇപ്പൊ കുറെ ആനയുണ്ട്. മൊത്തം 6 എണ്ണം ഇപ്പൊ കാണാൻ പറ്റും. കൂട്ടത്തില് വലിയ ആന അങ്ങറ്റത്ത് നിൽക്കുന്ന ആനയെന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അതാന്ന് തോന്നുന്നു ഇച്ചിരി വലിയ ആന. ഫാനൊന്നും വെച്ചിട്ടില്ല. കണ്ടോ? വീഡിയോ കിട്ടി. ഇവർക്ക് ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് മണ്ണ് വാരി തലയിൽ കൂടെ എറിയുന്നുണ്ട്. ഇനി കളിക്കണതാണോന്നും അറിയാൻ പാടില്ല. അതെ, നമുക്കിട്ട് മേറ് കിട്ടുമെന്ന് അത് പറഞ്ഞു. അഞ്ജന എന്നാട്ടോ ഇതിന്റെ പേര്. ഈ കൊച്ചിന്റെ പേര് പാർവതി, അല്ല ഈ ആനയുടെ പേര് പാർവതി. അതിന് എത്ര വയസ്സായി? 21 വയസ്സായ ആന. ഇത് അഞ്ജന, 22 വയസ്സ്. ആലോചനകൾ ക്ഷണിക്കുന്നു. ഇതിപ്പോ കണ്ടിട്ട് അങ്ങറ്റത്ത് നിക്കണത് ആ ആനയില്ല. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണ ആന, ആ ആനക്കാന്ന് തോന്നുന്നു ഇച്ചിരി വലുപ്പം. അതല്ലേ വലുതായിട്ട് തോന്നണത് അതാണ്. ആനേനെ കണ്ടു കുഞ്ഞാ. ലവന്റെ നോട്ടം ശരിയല്ല കേട്ടാ, ലവന്റെ നോട്ടം ശരിയല്ല. അമ്മേ നോക്കിയത് ഞാനിപ്പൊ കാണിക്കുന്ന ആനയുടെ നോട്ടം ഒട്ടും ശരിയല്ല. ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ വീഡിയോ തുറന്നാൽ ആന അടങ്ങുന്ന വീഡിയോയെ കാണാറ്. അതുകൊണ്ട് ഈ ആനകളെ കണ്ടിട്ട് മോളെ പിള്ളേരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് ആനേനെ കണ്ടിട്ട്. മോനേന്ന് മോളേന്നൊക്കെ വിളിക്കുന്നുണ്ട്. അടുത്ത് പോയാൽ അറിയാം യഥാർത്ഥ സ്വഭാവം. ചൂടെടുത്തിട്ട് ഒഴുകാണ്. അപ്പൊ നമ്മളെ സാധനം കൊണ്ടുവന്നുണ്ട്. അതെ, ഫാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊച്ചിന് എന്തായാലും ചൂടെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഇതിൽ ചെറിയ ആനേനൊന്നും കാണാനുള്ള കേട്ടോ, എല്ലാം വലിയ ആനയാണ്. എല്ലാം വലിയ ആനകളാ. ചെറിയ കുട്ടി ആനേനൊന്നും കാണാനുള്ള. എൻ്റെ മുഖത്തോട്ടൊന്നും അടിക്കാം. മതി. ഇങ്ങനെ ദൂരെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ അടുത്ത് ചെന്ന് നമ്മുടെ യഥാർത്ഥ അതെ നമ്മുടെ ആശ 23 വയസ്സ്. ഇത് വയസ്സനുസരിച്ചാ ഇതായിട്ട് വയസ്സനുസരിച്ചാ തളച്ചിട്ടേക്കണേന്ന് തോന്നുന്നത്. അവിടെ നിന്ന് 21, 22, 23. ഇനി അടുത്തത് 24 ആണോന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഇച്ചായം പറഞ്ഞിട്ടാണ് എനിക്കിപ്പോ മനസ്സിലായത്. ആദ്യം ഒക്കെ കാട്ടിന്ന് പിടിച്ചിട്ട് വരുന്ന ആനേനെ മെരിക്കണത് ഇവിടെ വെച്ചായിരുന്നു എന്നാ പറയണേ. ഇപ്പൊ അതുണ്ടോന്ന് അറിയാൻ പാടില്ല. കാട്ടിന്ന് പിടിച്ചിട്ട് വരുന്ന ആനേനെ മെരിക്കണത് എന്ന് വെച്ചാൽ നമ്മുടെ പറയണതൊക്കെ അനുസരിക്കാൻ പാകത്തിന് പഠിപ്പിച്ചെടുക്കണത് ഇവിടെ വെച്ചാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അതുണ്ടോന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരിക്കൽ മറ്റേ കാട്ടി വെച്ച് എന്തോ പറ്റിയിട്ട് ആന മൂത്രമൊഴിക്കണ കണ്ടപ്പോഴാ കൊതിയായേ. ഇവിടെ അവിടെ ഞങ്ങളിപ്പോൾ കാണിച്ച ആനകളിൽ ആകെപ്പാടെ ഒരു ആൺകുച്ചിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആന ഹരിപ്രസാദ് എന്നാണ് പുള്ളിയുടെ പേര്. ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. പാർവതി, അഞ്ജന, സുനിത, ആശ, അതിൻ്റെ നടുക്ക് ഒരു ഹരിപ്രസാദ്. പിന്നെ ഞാൻ ഏറ്റവും പുറകെ കാണിച്ചെന്ന ആനയാണ് അഭിമന്യു. വയസ്സ് 53 വയസ്സോ. എൻ്റെ കർത്താവെ, 53 വയസ്സായ ആനയാട്ടോ കാണിക്കണത്. അതുകൊണ്ടാണെന്ന് തോന്നണം അതിനെ പുറകെ കൊണ്ടുപോയി നിർത്തിയേക്കണത്. വലുതായി കാണിച്ചത് കണ്ടോ.
ഇത് 53 വയസ്സായ ആന. ശരിക്കും പറഞ്ഞാൽ കോടനാട് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആനേനെ കാണാം, പിന്നെ മാനിനെയും കാണാം. മാനിനെയും കാണാം. ഓടാ എന്താ ഈ വീഡിയോ എത്ര ഡ്യൂറേഷൻ വരേണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറയാനുള്ള കാര്യം പറയണമല്ലോ. ഇവിടെ ഞാൻ വന്ന് കണ്ടെങ്കിൽ ഒരു 6 ആനേനെയും കണ്ടു. പിന്നെ നമ്മുടെ സാധാ മാനിനെയും കണ്ടു. പിന്നെ മറ്റൊരു തരം സാമ്പാർ മാൻ, ഇതിനെയാണ് ഇപ്പം കണ്ടത്. ഇവിടെ പിന്നെ പുതിയതായിട്ട് പാർക്ക് ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ബ്രദർ പറഞ്ഞത്. അപ്പം ഇനി പോയി നോക്കണം പാർക്കുണ്ടോന്ന്. എങ്കിൽ പിന്നെ പിള്ളേർക്ക് കളിക്കാമല്ലോ. ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ മഴ ചാറിയ കാരണം ഒന്നും കൂടെ ചൂട് കൂടുതലാട്ടോ. വിയർത്തിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ മറ്റേ മിനി ഫാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊച്ചിന് ഇപ്പം അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മേക്കപ്പ് വരെ ഇളകിക്കൊണ്ടിരിക്കും. അതുവരെ കാണിച്ചോ, മേക്കപ്പ് വരെ ഇളകി. വെയിലിട്ടിട്ട് വേർക്കുമ്പോൾ അതേലും മേക്കപ്പ് ഇളകി പോകും. സെറ്റിംഗ് സ്പ്രേ ഒന്നുമില്ല നമ്മുടെ മിഡിൽ ക്ലാസ് ആൾക്കാർ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യാറില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മറ്റേ ഊർന്നിറങ്ങാനുള്ള ചെറിയൊരു പാർക്ക് ഉണ്ടായുള്ളത്. അതൊക്കെ ഇപ്പം അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പം വേറൊരു സ്ഥലത്തേക്കാണ് പാർക്കാക്കിയേക്കണത്. കണ്ടോ, കുട്ടികളുടെ പാർക്കും പിന്നെ ഊഞ്ഞാലുകൾ, പുഴയോര പാത, കഫേറ്റേരിയ, വിശ്രമ സ്ഥലങ്ങൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ആനകളുടെ കടവും ഇവിടേക്ക് തന്നെയാണ് ആനകളെ കുളിപ്പിക്കണ സ്ഥലം. ഈ ചൂട് സമയത്തൊക്കെ ഇവരെങ്ങനെ ഇരിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. നമുക്ക് തന്നെ ഒട്ടും സഹിക്കാൻ പറ്റണില്ല. പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും അതുപോലെ ഏറുമാടും ഉണ്ട്. അവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കണത്. ഞങ്ങൾ കയറിയ സമയത്ത് മറ്റേ മുള വെച്ച് തന്നെ ഉണ്ടാക്കിയ സ്റ്റെപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കമ്പി വെച്ചുള്ള സ്റ്റെപ്പാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വീണിട്ടാണോ അങ്ങനെ മോഡിഫൈ ചെയ്തതെന്നൊന്നും അറിയാൻ പാടില്ല. കാണാൻ നല്ല ഭംഗി. കുട്ടികളെ പാർക്കുണ്ട്. ഞങ്ങൾ ആദ്യം കണ്ട പാർക്ക് തന്നെയാണ്. അവിടെ കുറേ മുളയും കുറേ ഉണ്ട്. നല്ല തണലുള്ള സ്ഥലം. പക്ഷെ ഇപ്പം കുറച്ച് മുമ്പ് മഴ പെയ്തേക്കണ കാരണം ഉണ്ടല്ലോ, അവിടെ ആ കൊച്ചു ആടണുണ്ട്, ഒരു പച്ച കളർ വട്ടം. അത് കുറേ ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഫോട്ടോ ഉണ്ട്. പിന്നെ കുറേ ഇപ്പം മഴ പെയ്തേക്കണ കാരണം നമുക്ക് അവിടെയൊക്കെ കയറാൻ പറ്റുമെന്ന് അറിയാം. മടിയിൽ വെള്ളമായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ അത് ഇലക്ട്രിക് കമ്പിയാണോ? ഇവിടെ കുറെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കമ്പിയാണോ എന്നൊന്നും അറിയാൻ പാടില്ല. ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളാർ പവർ. ഇവിടെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ തൊടരുതെന്ന് പറഞ്ഞിട്ട്. ഈ കമ്പിയുടെ ഇടയിൽ കൂടെയാണ്. ആന വരുമ്പോൾ ഷോക്കടിപ്പിച്ചൂടെ. അതിനിവിടെ ആനേനെ വളർത്തണ്ടല്ലോ. ഇനി എന്തിനാ പ്രത്യേകിച്ച് ആന പറഞ്ഞ അല്ലേ? കണ്ടോ, പാർക്കാണ്. പുഴയോരത്തോട് ചേർന്ന പാർക്ക്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഒറിജിനൽ പാറക്കല്ല് വെച്ചിട്ട് സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പാകത്തിന്. അപ്പൊ അതെ, ഇവിടെ ഉള്ള സ്ഥലങ്ങളാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഊഞ്ഞാലെന്ന് പറയുന്നത് ഇതേ ഈ സംഭവമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളത്. പിന്നെ ഇതിലുണ്ടല്ലോ, മഴ പെയ്തിട്ട് വെള്ളമുണ്ട്, ഡിക്കിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്നാ പറഞ്ഞേന്നുമില്ല അറിയാൻ പാടില്ല. അതുകൊണ്ട് ആർക്കും രസിക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലും ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. കൊച്ചു വീഴും. നീ കൊച്ചിനെ പിടിച്ചോണ്ട് ഇതുങ്ങളെ കണ്ടിട്ട് ചൈനയോ ജപ്പാനിന്ന് വന്നാന്നൊന്നും തോന്നരുത്. കേരളത്തിൽ തന്നെയുള്ള സാധനങ്ങളാട്ടോ അതൊക്കെ. ഇതില് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. ഇതിനെ പ്രത്യേകിച്ച് ജപ്പാനിന്ന് കിട്ടിയതാന്ന് തോന്നുന്നു.
മെയ്ഡ് ഇൻ ചൈന. മെയ്ഡ് ഇൻ ചൈന അല്ല, സോറി, മെയ്ഡ് ഇൻ കേരള കേട്ടോ. സോറി. പിന്നെ നമുക്ക് ഇവിടുത്തെ ആനകളുടെ കുളിക്കടവ് അത് കാണാം. ഇതാണ് ഈ സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും ഇതുപോലെ എന്താണ് സമാധാനത്തിന് വേണ്ടി വന്നിട്ട് ലാസ്റ്റ് അടിച്ചു പിരിഞ്ഞു പോയൊരു സ്ഥലം കേട്ടോ. ജസ്റ്റ് 2 days മുമ്പ്. പിന്നെ ഇതാണ് കുളിക്കടവ്, ആനകളുടെ കുളിക്കടവ്. ബാക്കിയുള്ളവരൊന്നും കുളിപ്പിക്കൂല, ആനകൾക്ക് മാത്രം കുളിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി ചെറുപ്പത്തിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ഉണ്ട് അങ്ങോട്ടേക്ക്. മറ്റേ ഊർന്നിറങ്ങാനും നമ്മുടെ മലയാറ്റൂര് പാർക്ക് ഉണ്ടല്ലോ, അവിടത്തെ പോലത്തെ അടിവാരത്തുള്ള പാർക്ക്, ആ മോഡലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവള് കറക്റ്റാ. ഇതാണ് രക്തചന്ദനം. ഇപ്പോ രക്തചന്ദനം കണ്ട അപ്പം ഓർമ്മ വരുന്നത് എല്ലാവർക്കും പുഷ്പയായിരിക്കും, നമ്മുടെ അല്ലു അർജുൻ്റെ പുഷ്പ. അപ്പൊ അത് ഈ കാണിക്കുന്ന രക്തചന്ദനമാണിത്. ഇതെന്താ സംഭവം എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാനേ. ചെരുപ്പിട്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 മണിയായപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇവിടെ തന്നെ കഫേ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. ഇനി മെല്ലെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുക കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ അവിടെ നിന്നത്. അപ്പോൾ മെല്ലെ നമുക്ക് ഇറങ്ങാം. കൊച്ചൊക്കെ സീനായി തുടങ്ങി, ഇറങ്ങാം. അങ്ങനെ നല്ല ഹാപ്പിയിൽ തുടങ്ങിയ ഞങ്ങളുടെ റീൽ നല്ല അടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. മൊട്ടനിടി കാരണം ദേവി പോണതാണ്. അപ്പൊ അതെ ഇവിടെ കരച്ചിലാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങള് പിന്നെ അടിച്ച് പിരിഞ്ച്. അപ്പോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.